ഈ കറൻസികളുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ആദ്യം ബാർട്ടർ സിസ്റ്റം, സാധനങ്ങൾക്ക് പകരം സാധനം. പിന്നെ മെറ്റാലിക്, ബൈമെറ്റാലിക്, ഇരുമ്പുകളും ലോഹങ്ങളൊക്കെയായി. ബൈമെറ്റാലിക് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും. സ്വർണത്തിന്റെയും വെള്ളിന്റെയും പ്രത്യേകത അതിന് സൃഷ്ടിപ്പിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. 2016 ഇവിടെ പ്രധാനമന്ത്രി പറയാണ് 500-ന്റെയും 1000-ന്റെയും നോട്ടിന് വിലയില്ലെന്ന് പറഞ്ഞു. അപ്പം അതിന് വിലയില്ലാതായി. ഒരു പ്രധാനമന്ത്രി പറയുമ്പോഴേക്ക് ഇവിടുത്തെ കറൻസിയുടെ ഒരു നിശ്ചിത കറൻസിയുടെ മൂല്യം ഇല്ലാതായി. എന്നാൽ ലോകത്തെ എല്ലാ നേതാക്കളും ഒരുമിച്ച് കൂടിയിട്ട് പറയാണ് നാളെ മുതൽ സ്വർണത്തിന് വിലയില്ലെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്വർണത്തിന്റെ മൂല്യം അത് ബൈ ഡിഫോൾട്ട് ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ബൈ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി. അതിനുശേഷമാണ് പിന്നെ കറൻസികൾ വരുന്നത്. കറൻസിക്ക് തന്നെ പല സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ റെസീറ്റ് ആയിട്ട് ഒരു കാലത്തുണ്ടായിരുന്നു. അതായത് സ്വർണം ബാങ്കുകളിലുണ്ട്. അതിന്റെ റെസീറ്റ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കറൻസി ഉള്ളത്. ഇപ്പൊ 1,00,000 രൂപന്റെ കറൻസി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മൂല്യത്തിനുള്ള സ്വർണം പോയിട്ട് എടുക്കാം. പിന്നെ അതിന് ചില നിയന്ത്രണങ്ങൾ വന്നു. ഇത്ര അളവിലുള്ള സ്വർണമേ തിരിച്ചെടുക്കാൻ പറ്റൂ എന്നൊക്കെ ആയി. കാരണം ഇത് തമ്മിലുള്ള ബാലൻസ് തെറ്റാൻ തുടങ്ങി. ഇതിന് കൃത്യമായി റെസീറ്റ് അടിക്കുന്നതിന് പകരം കുറച്ചധികം അടിക്കുകയോ അല്ലെങ്കിൽ എന്തോ ചില പ്രതിസന്ധികളാൽ നിശ്ചിത അളവ് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റൂ. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാതായി. അതുപോലെ തന്നെ ഈ കറൻസി ഇമ്പോസ്ഡ് വാല്യൂ, കൽപ്പിത മൂല്യം, അറബിയിൽ പറയുകയാണെങ്കിൽ അസമനുൽ ഇസ്തിലാഹി അല്ലെങ്കിൽ അസമനുൽ ഉർഫി എന്ന് പറയുന്ന ഗ്രേഡിലേക്ക് മാറി. അതായത് ഇതിന്റെ മൂല്യം കൽപ്പിച്ചു നൽകിയതാണ്. ഇത് സ്വർണത്തിന്റെ ഈടോ റെസീറ്റോ ഒന്നുമല്ല. ഇന്ന കറൻസിക്ക് വിലയില്ലാതായി എന്ന് പറയുമ്പോൾ ഇല്ലാതാകുന്നത് പോലെ ഇതിന്റെ മൂല്യം കൽപ്പിത മൂല്യമാണ്, ഇമ്പോസ്ഡ് വാല്യൂ ആണ്. വേണമെങ്കിൽ ഇമ്പോസ്ഡ് വാല്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് നല്ല വാക്ക് കണ്ടുപിടിക്കാം. അറബിയിൽ അസമനുൽ ഇസ്തിലാഹി അല്ലെങ്കിൽ അസമനുൽ ഉർഫി എന്ന് പറയും. ഇതാണ് കറൻസിയുടെ ഇന്നത്തെ പൊസിഷൻ. ഇതിൽ നമ്മൾ ഫിഖ്ഹ് പരമായിട്ട് എവിടെ ചേർക്കും? ഫിഖ്ഹ് പരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് രണ്ട് സംഗതി. ഇന്ന് ബൈമെറ്റാലിക് ഉണ്ട്, സ്വർണം വെള്ളിയുണ്ട്. പിന്നെ ഇരുമ്പും ലോഹമൊക്കെ ആയിട്ട് അതിന് ഫുലൂസ് എന്ന് പറയും. ഇതിന്റെ നിയമം പറയുമ്പോൾ ഷാഫി മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ടെന്ത്? ഫുലൂസിൽ റിബ ഇല്ല. റിബ ഇല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ കടത്തിന്റെ റിബ അല്ല ഇല്ലാത്തത്. റിബ ഇല്ല എന്ന് പറഞ്ഞാൽ കൈമാറ്റ പലിശ ഇല്ലെന്നാ പറഞ്ഞത്. കൈമാറ്റ പലിശ ഇല്ല, അതായത് കടം കൊടുക്കുന്ന സംഗതികൾ തുല്യമായിട്ട് തിരിച്ചു തരാൻ പറ്റുന്ന സംഗതികൾ കടം കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉപയോഗിച്ചൊരു ഫോൺ ഉപയോഗിച്ച് അത് എത്തി നിൽക്കുന്ന ആ സ്റ്റേജ്, അതിന്റെ ആ പരുവം അല്ലെങ്കിൽ ആ സ്റ്റേജ്, അതുപോലെ നിങ്ങൾക്ക് അടുത്ത ഫോൺ തരാൻ കഴിയില്ല. ചിലപ്പോൾ എനിക്കുള്ള അത്ര സ്ക്രാച്ച് ആയിരിക്കില്ല, അതിൽ കൂടുതലായിരിക്കും. ബാറ്ററി ലൈഫ് ഇതിന്റെ അത്ര ആയിരിക്കില്ല, അതിൽ കുറവായിരിക്കും. അപ്പൊ തുല്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കാനോ വാടകക്കോ ഒക്കെ തരാന്നല്ലാതെ കടമായിട്ട് ഇതൊന്ന് തന്നു നിങ്ങൾ തത്തുല്യമായത് വേറത് തരണം എങ്കിൽ മിസ്ലി ആയിരിക്കണം, തുല്യമായി കിട്ടുന്ന സാധനമായിരിക്കണം കടം കൊടുക്കുക. അപ്പം മിസ്ലിയായ സാധനമാണ് കടം കൊടുക്കുക. കടം കൊടുക്കുന്ന എല്ലാ സാധനത്തിലും, ഏത് സാധനത്തിലും അധികം തരണമെന്ന് പറഞ്ഞാൽ പലിശയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ലോഡ് മണൽ വേണമെങ്കിൽ കടം കൊടുക്കാം. നിങ്ങൾ പറയാണ് ഒരു ലോഡ് തരും പ്ലസ് ഒരു ബക്കറ്റില് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ മണൽ അധികം തരണം എന്ന് പറഞ്ഞാൽ അത് പലിശയായിട്ട് മാറും. അപ്പൊ ഫുലൂസിൽ പലിശ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കടത്തിന്റെ പലിശ റിബൻ നസീഅ ഇല്ലെന്നല്ല പറഞ്ഞത്, റിബൽ ഫضൽ ഇല്ലെന്നാ പറഞ്ഞത്. അഥവാ സ്വർണത്തിന് വെള്ളിക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യമായിരിക്കണം, രക്കമായിരിക്കണം, കൈപ്പറ്റിയിരിക്കണം. ഇനി രണ്ട് സാധനമാണെങ്കിൽ തുല്യമായിരിക്കണം എന്ന നിബന്ധന ഒഴിവാകും, രക്കമായിരിക്കണം, കൈപ്പറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ അത് പലിശയാകും. ആ പറഞ്ഞ റിബൽ ഫضൽ കൈമാറ്റ പലിശ ഫുലൂസിൽ ഇല്ലെന്നാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞത്. അതിനെയാണ് മറ്റു മദ്ഹബുകളുടെ വെളിച്ചത്തിൽ അവലോകനം ചെയ്യുകയും ഇന്ന് ഫുലൂസിന്റെയും അപ്പുറത്ത് ഇമ്പോസ്ഡ് വാല്യൂ, കൽപ്പിത മൂല്യമുള്ള ഈ കറൻസി നാണയങ്ങളുടെ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നാണയത്തിന്റെ നിയമങ്ങൾ ബാധകമാകും, കൈമാറ്റ പലിശയും അതിൽ ബാധകമാകും എന്ന അഭിപ്രായം സ്വീകരിക്കലാണ് അതിന്റെ ശരി. ഇല്ലെങ്കിൽ ഈ സകാത്തിന്റെ നിയമത്തിലും പലിശന്റെ നിയമത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഓക്കെ, മറ്റു മദ്ഹബുകളിൽ പറഞ്ഞ സംഗതി ഫുലൂസിനെ, സ്വർണവും വെള്ളിയും അല്ലാത്ത നാണയങ്ങളെ, കറൻസി പോലുള്ളതിന് കൈമാറ്റ പലിശന്റെ കാര്യത്തിലും ഇടപാടുകളിലും സ്വർണത്തിന്റെ വെള്ളിയുടെ നിയമങ്ങൾ ബാധകമാണ്. അല്ലെങ്കിൽ റുപ്പി കൊടുത്താൽ എത്ര റിയാൽ വേണമെങ്കിലും പിന്നെ തരാമെന്നാകും. അതിനെ മുറിച്ചു കളയാൻ വേണ്ടിയാണ് രൊക്കമായിരിക്കണം, കൈപ്പറ്റിയിരിക്കണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ അടുത്ത വിഷയം വരാണ്. ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ അഡ്വാൻസ് ബുക്കിംഗ് ശരിയാകും? ഇന്ന് പല ജ്വല്ലറികളിലും അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ 0% പണിക്കൂലി എഴുതി വെക്കും. ഓക്കെ, നിങ്ങൾ ഒരു 15 ലക്ഷമായിട്ട് പോയിട്ട് 15 ലക്ഷത്തിന്റെ സ്വർണം കിട്ടുമോ നോക്കി, ഇല്ല. ഇത് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 6 മാസം മുമ്പ് ബുക്ക് ചെയ്താലാണെന്നുള്ളത് അവിടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പം പശുവിനെ കളഞ്ഞു കിട്ടിയ ഒരാള് പണ്ട് അനൗൺസ് ചെയ്തത് ഒരു കാറ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അറ്റത്തൊരു പശു ഉണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ഇവരുടെ ഈ പരസ്യം. 0% പണിക്കൂലി എന്നുള്ളതല്ല ഹൈലൈറ്റ്. 6 മാസം മുമ്പ് പൈസ കൊടുക്കുന്നുള്ളതാണ് അവിടുത്തെ വിഷയം. 6 മാസം മുമ്പ് പൈസ കൊടുത്താൽ, ആ കടം നിങ്ങൾക്ക് കൊടുത്താൽ പകരം ഡയറക്റ്റ് പലിശ തരുന്നതിന് പകരം സ്വർണം നിങ്ങൾക്ക് വേറെ പല ഡിസ്കൗണ്ടോടെ തരുന്നു. ആ ഡിസ്കൗണ്ടിന് തൽക്കാലം നിങ്ങൾ പലിശ എന്നോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അപ്പം ഇത് അനുവദനീയമാണെന്ന് പറയാൻ ശ്രമിക്കുന്നവർ 4 മദ്ഹബിന്റെ നിയമങ്ങളെ മാറ്റിക്കൊണ്ട് പിൽക്കാലക്കാരോ ആഭരണമായി കഴിഞ്ഞാൽ, സ്വർണം ആഭരണത്തിന്റെ രൂപത്തിലായി കഴിഞ്ഞാൽ പിന്നെ നാണയത്തിന്റെ നിയമം ബാധകമല്ല എന്ന് പറഞ്ഞതിൽ പിടിക്കാൻ. എന്നിട്ട് അവർ പറയാണ് ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. എന്തേ എല്ലാവരും അങ്ങനെ പറയാതിരുന്നത്? ചിലരങ്ങനെ പറഞ്ഞു പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ സംശയം വരേണ്ടതല്ലേ? ആരാണ് ആ ചിലർ? പിൽക്കാലക്കാരിൽ 1-2 പേരെ ഉദ്ധരിക്കാൻ പറ്റും. അതായത് മദ്ഹബിൽ തന്നെ അടിസ്ഥാന നിയമം എന്താ? പറ്റില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതിന് ഏതെങ്കിലും ഫത്വ കൊണ്ടുവന്നാൽ, ഏതെങ്കിലും ആധുനിക മദ്രസകളുടെ സ്ഥാപനങ്ങളുടെ ഫത്വ കൊണ്ടുവന്നാൽ അതിൽ തന്നെ കാണാം ഇത് പതിവാക്കരുത്, പലിശയുടെ നീയത്ത് ഉണ്ടാകരുത്. ഹലാലാണെങ്കിൽ പിന്നെ പതിവാക്കിയാൽ എന്താ കുഴപ്പം? ഇടപാടുകളിൽ എവിടെയാ നീയത്തിനെ നോക്കുന്നത്? കാര്യം എന്താണെന്നല്ല നോക്കുന്നത്. നിങ്ങൾ ഉദ്യോഗസ്ഥനൊരു പേപ്പർ കൊണ്ടുപോയി കൊടുക്കുന്നു, അത് ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ പാൽപ്പായസം കൊടുക്കുന്നു, എന്നിട്ട് പറയണം ഇതൊരു ഹദിയാണ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി ഹദിയാവോ? ഇത് നിങ്ങളൊരു സന്തോഷം ഉണ്ടാവട്ടെ, നമ്മൾ നീയത്ത്, നിങ്ങൾക്കും കുടുംബത്തിനൊക്കെ ഒരു സന്തോഷം. ആ നീയത്തട്ടാ, കൈക്കൂലിന്റെ നീയത്തില്ല എന്ന് പറഞ്ഞത് കൈക്കൂലി അല്ലാതാവോ? അൽ ഇബ്റതു ബിൽ മആനി ലാ ബിൽ മബാനി. ഇടപാടുകളിൽ നമ്മൾ പരിശോധിക്കുന്നത് കാര്യം എന്താന്നുള്ളതാ, നിങ്ങൾ എന്ത് പേര് വെച്ചു എന്നുള്ളതല്ല. നിങ്ങൾ ഓഫർന്നോ, നിങ്ങൾ ഹദിയാന്നോ, എന്ത് വേണമെങ്കിലും പേര് വെച്ചോളൂ. അവിടെ നടന്നത് എന്താണ്? ഇത് ഹലാലാണെങ്കിൽ എന്തുകൊണ്ട് ചിലർ പറഞ്ഞു, എല്ലാവരും എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇനി പറഞ്ഞവർ തന്നെ പതിവാക്കരുത് എന്തുകൊണ്ട് പറഞ്ഞു? പലിശയുടെ നീയത്ത് ഉണ്ടാകരുത് എന്തുകൊണ്ട് പറഞ്ഞു? അപ്പൊ ഇത് ശുദ്ധമായ പലിശയാണെന്ന് അർത്ഥം. ഇനി പതിവാക്കാത്തതാണോ ഒരു സ്കീമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്? ഇത് ഏതെങ്കിലും ഒരു ജ്വല്ലറിയല്ല, ഒരുപാട് ജ്വല്ലറികൾ ഇത് ചെയ്യുന്നുണ്ട്. അവരുടെ മാത്രം കുഴപ്പമില്ല, അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഗൗരവത്തിൽ കാണാത്തത് കൊണ്ടോ ദീനുണ്ടെന്നവർ പറയുന്നവർ പോലും ഈ പറയുന്ന അഡ്വാൻസ് ബുക്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, അങ്ങനെ നിങ്ങൾക്ക് പോകാമെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അവന് റുപ്പി കൊടുത്ത് റിയാൽ വാങ്ങുന്ന ഇടപാട് നടത്താം. 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷം റുപ്യ തരാം, നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് 10,000 റിയാൽ തന്നാൽ മതി. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാം, 6 മാസം കഴിഞ്ഞിട്ട് 50,000 റിയാൽ തന്നാൽ മതി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഇതിനെ തെറ്റാന്ന് പറയും? കാരണം രണ്ട് നാണയമാണ്. ഇതിന്റെ മൂല്യം നിശ്ചയിച്ചു, 10 ലക്ഷത്തിന് 50,000 നിശ്ചയിച്ചു. അവധിക്ക് കുഴപ്പമില്ലല്ലോ, 6 മാസം അവധിക്ക് നിങ്ങൾ സ്വർണം കൊടുക്കല്ലേ, അപ്പൊ റിയാൽ കൊടുത്താൽ എന്താ കുഴപ്പം? അപ്പം ഇത് ഹലാലാണെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഹലാല് ബ്ലേഡ് കമ്പനി വേറെ തുടങ്ങാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. നിങ്ങളിവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ സ്വർണ്ണാഭരണങ്ങൾ മറ്റു നാണയങ്ങൾ കൊടുത്തുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്ന മസ്അല, അതെല്ലാവരും പറഞ്ഞുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് മാറ്റമായിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈ ജ്വല്ലറിക്കാരെ സഹായിക്കാൻ വേണ്ടി പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കത് കിട്ടിയാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ, നമുക്ക് വേറെ ഒരുപാട് ഇടപാടുകൾ അതുപോലെ നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നോക്കാം. ഇങ്ങനെ ഹലാലാണെന്ന് പറയാൻ വേണ്ടി ഇവർ ഉദ്ധരിക്കുന്നവർ എന്ത് പറഞ്ഞു, അതിനെ മറ്റുള്ളവർ എങ്ങനെ തടഞ്ഞു. ഇനി ആധുനിക ഫത്വകളിലൊക്കെ പറ്റില്ലെന്ന് പറഞ്ഞ ഇഷ്ടംപോലെ മദ്രസകളുണ്ട്. പിന്നെ പറ്റും എന്ന് പറഞ്ഞാൽ അവരതിന്റെ കൂടെ എന്തുകൊണ്ട് നീയത്ത് പലിശൻ്റെതാകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടപാട് ഹലാലാണ് ഹറാമാന്നല്ലാതെ നീയത്ത്, അങ്ങനെ കൈക്കൂലിക്ക് നീയത്ത് വെക്കാം, എന്ത് സഹായിക്കാമെന്നുള്ള നീയത്ത്, അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്നുള്ള നീയത്ത്, അങ്ങനെ നീയത്ത് പരിഗണിക്കും. ഇതിലൊക്കെ കാര്യം എന്താണെന്നുള്ളതല്ലേ നോക്കുന്നത്. ഇതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയം.